ഇന്ന് രാവിലെ ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പം ഇന്ന് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്തുവെന്നറിയാമോ? ഇനി ഞാൻ നോക്കിയപ്പോൾ കോവയ്ക്ക എല്ലാം താഴെ വീണ് കിടക്കുന്നു. ഇത് കണ്ട് നിങ്ങളെ കാണിക്കാം. വേണ്ട ഏതാണ്ട് തിന്നിട്ടേക്കുവാ. ഇവിടെ ഉണ്ട്, അതിനകത്തിലെല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം കണ്ടു, പക്ഷെ അവിടെ ഒത്തിരിയാണ്. ഞാൻ കാണിക്കാം, പിന്നെ കാണിക്കാം. ഞാൻ ക്യാമറ നോക്കിയപ്പോഴാ കണ്ടേ റാക്കൂൺ വരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ തൊട്ടപ്രേസ്തി ആ വീട്ടിൽ അവര് ഈ വൈൽഡ് ആനിമൽസിനെല്ലാം അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർ റെന്റിന് താമസിക്കുന്നവരാ. അവരോട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവരോട് പറഞ്ഞു, കാരണം ഈ പ്രാവുകളെല്ലാം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ അതിൻ്റെ ചിറവും അതിൻ്റെ അപ്പിയും എല്ലാം കൂടെ ഇവിടെ വരും. ഭയങ്കര ശല്യമാണ്, ഭയങ്കര കൂടെ ഇവിടെ എല്ലാം അങ്ങനെ നിങ്ങൾ പറക്കുന്നുണ്ടേ. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവരത് നിർത്തിയായിരുന്നു. അവർ പിന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നാൽ കുറേ വർഷം കൊണ്ടുണ്ട് ഈ റാക്കൂണും പോസും എല്ലാം ഇവിടെ വരും. ഈ റാക്കൂണൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ വരുന്നത്. അതുങ്ങൾ അപ്പം ഇന്നലെ ക്യാമറ നോക്കിയപ്പോൾ അതുങ്ങൾ അവിടുന്ന് കഴിച്ചേച്ച് ഫെൻസേ കൂടി ഇങ്ങനെ കയറി നടന്ന് നമ്മുടെ പന്തലിൻ്റെ മണ്ടേ വരും. കോവലിൻ്റെ പന്തലിൻ്റെ മണ്ടേ വന്നിട്ട് ഈ കോവയ്ക്ക എല്ലാം തിന്നും. മുഴുവൻ തിന്നത്തില്ല, അത് കുറച്ച് തിന്നിട്ട് അത് താഴെ വീഴുമല്ലോ, താഴെ വീഴും. അപ്പോൾ ഉണ്ടല്ലോ ആ കോവലിന് ഞങ്ങൾ സൈഡിൽ 2 കമ്പ് ഞങ്ങൾ നാട്ടിയിരുന്നത് ഒടിഞ്ഞു കിടക്കുന്നു. അപ്പം അതിന് ഞങ്ങളിപ്പോൾ രാവിലെ ഹോം ഡിപ്പോയിൽ പോയി ഇതാണ്ട് തടി മേടിച്ചുകൊണ്ട് വന്ന് വേറെ ഇച്ചിരി നല്ല സ്ട്രോങ് തടി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിപ്പോൾ നാട്ടി കെട്ടാൻ പോവാ. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇവിടെ കോവയ്ക്ക എല്ലാം ഇങ്ങനെ വീണ് കിടക്കുക. ഈ കോവലിൻ്റെ തണ്ടുകളെല്ലാം ഞാൻ അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നേ. സാധാരണ ഞങ്ങൾ ചട്ടിയോട് കയറ്റും. ഒത്തിരി തണ്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ നിങ്ങളോട് ഒരു കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, എല്ലാം കിളുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു 6 മൂടുണ്ട് നിരത്തി വെച്ച്. കുറേ പേർക്ക് ഞാൻ പറഞ്ഞില്ല കൊടുത്തിരുന്നെന്ന്. അതെല്ലാം കിളുത്ത് കയറി എല്ലാം ഇഷ്ടംപോലെ കോവയ്ക്ക ഇപ്പോൾ ഉണ്ടായി വരുക. അങ്ങോട്ട് പന്തലെല്ലാം പടർന്നു. അപ്പോൾ ഉണ്ടല്ലോ ഈ റാക്കൂൺ വന്ന് ഇതിനെ മണ്ടേ കയറിയപ്പോൾ ഇത് കണ്ടോ, ഇത് ഒടിഞ്ഞു. ഈ 2 സൈഡിൽ വെച്ചേക്കുന്ന കമ്പ് ഒടിഞ്ഞു. ഇതിൻ്റെ വെയിറ്റും ഉണ്ട്, ഈ വള്ളി കയറിയതിൻ്റെ വെയിറ്റും ഉണ്ട്, പിന്നെ ഈ റാക്കൂണിൻ്റെ വെയിറ്റും ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഇപ്പം ഞാൻ ഒരു തൂണിങ്ങനെ കൊടുത്തേക്കുവാ. രാവിലെ എണ്ണീറ്റ് ഒരു തൂണിങ്ങനെ ജസ്റ്റ് ഇവിടെ കിടന്നൊരു കമ്പിട്ട് തൂണ് കൊടുത്തു. ഇങ്ങനെ ഒന്ന് താങ്ങ് നിർത്തിയേക്കുവാ. ഇനിയിപ്പം ഒരു കുഴിച്ചിട്ടിട്ട് ഇനിയിപ്പം അതിൻ്റെ ചെയ്യാൻ പോവാം. എന്തോ ചെയ്യാൻ ഭയങ്കര വിഷമമായിപ്പോയി. ഒത്തിരി നല്ലൊരു ജോലിയുമായത്. കാരണം ഇനിയിപ്പം തലയ്ക്കത്തിൽ ഒരു ചെറിയൊരു ബുദ്ധിയോടെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, ആ റോസയുടെ കമ്പ് ഞാൻ ഇനി വെട്ടി ഫെൻസ് ഇറക്കാം. അപ്പോൾ ഇനി റാപ്പും കയറി വരത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കട്ടെ. അതാ ഇന്നത്തെ പണി. ഇനി ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. പക്ഷേ നല്ലതായിട്ടോ, എനിക്ക് നല്ലതായിട്ട് ചെയ്യണം. കാരണം ഇനി അടുത്ത വർഷം സെയിം അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ലതായിട്ടൊക്കെ ചെയ്യും. കാരണം അല്ലെ പിന്നെ എല്ലാം പാടല്ലയോ. പിന്നെ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടെല്ലാം അങ്ങ് ചെയ്യാം. അപ്പം പിന്നെ എല്ലാ വർഷവും നമുക്ക് ചെയ്യണ്ടല്ലോ. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. കണ്ടോ എൻ്റെ കോവയ്ക്കായി വരുന്നുണ്ടോ. ഇത് പല ടൈപ്പിലുള്ള 2 ടൈപ്പിലുള്ള കോവയ്ക്കാണ്, വലുത് കൊണ്ട് ചെറുത്. ഇത് ഇച്ചിരി ചെറുതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഓക്കെ അപ്പം ഞങ്ങൾ തൂണൊക്കെ നാട്ടി എല്ലാ പരിപാടി കഴിഞ്ഞു. ടയേർഡായി, ശരിക്കും കുഴപ്പിച്ചു. കുറേ നേരത്തെ പണിയുണ്ടായിരുന്നു. എല്ലാം പഴയ കമ്പുമായിട്ടെല്ലാം വെച്ച് കെട്ടി. അപ്പം പന്തൽ നല്ല സൂപ്പറായി. പന്തൽ ഞങ്ങൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരു കമ്പി ഉണ്ടായിരുന്നു, അതോടെ മേടിച്ചോണ്ട് വന്ന് പറ്റത്തില്ല. എന്നാലും ഞാൻ ഒരു ശക്കെല്ലാം കൂടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇച്ചിരി വളരുന്നുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ജോലി. ശരിക്കും ടയേർഡായി. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരുന്നത് വരെ